രാജാ സാബ് അപരാധപ്പിറവികളുടെ സകല ഭാവങ്ങളും ആവാഹിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാസ് എത്തിയിട്ടുള്ള രാജാ സാബാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. എന്താ പറയുക, പാൻ ഇന്ത്യൻ അപരാധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒരു അപരാധം വരാനുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതിനെക്കുറിച്ച്, സിനിമേനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് അനുഭവിക്കുക. ലിറ്ററലി ഒരു 3-3.5 മണിക്കൂർ തിയേറ്ററിലിരുന്ന് നിങ്ങൾ അനുഭവിക്കേണ്ട സിനിമയാണിത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാതിരിക്കാവും നല്ലത്. നമുക്ക് സത്യം പറഞ്ഞാൽ പറയാനുള്ളത് പ്രഭാസ് എന്ന് പറഞ്ഞ ഒരു നടനെ കുറിച്ചാണ്. അദ്ദേഹം സെലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പണി വെക്കുന്ന ഇമാതിരി ഓരോ പരിപാടികളെ കുറിച്ചാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ആലോചിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും. ഈ സിനിമയുടെ ട്രെയിലർ വന്ന സമയത്ത് നമ്മൾ ട്രെയിലർ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന പേജിലുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരൊരു ടാഗ് ലൈനോടുകൂടിയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് ഫാൻറ്റസി ഹൊറർ മൂവി എന്നുള്ളൊരു ടാഗ് ലൈനൊക്കെയാണ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പടം കണ്ടിട്ട് ആളുകൾ തീരുമാനിച്ചാൽ പോരെ എന്നുള്ളത്. അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും അത് തന്നെയാണ് പറയാനുള്ളത്. ഡയറക്ടർ നമുക്കറിയാം, മാരുതി ആയാലും സുസുക്കി ആയാലും ഇങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വിടുന്ന സമയത്ത്, അതും പ്രഭാസിനൊക്കെ വെച്ചിട്ട് ഇത്ര ഒരു പരിപാടിയൊക്കെ ചെയ്ത് വെക്കുന്ന സമയത്ത് ഒന്ന് ആലോചിക്കായിരുന്നു. മൂപ്പര് റീസെൻ്റ്ലി ഒരു ഓഡിയോ ലോഞ്ചിലോ സംതിങ് പ്രസ് മീറ്റിലോ എന്തോ ആണ്, ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും അങ്ങോട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വീടിന് പോലീസ് പ്രൊട്ടക്ഷനാണെന്നാണ് കേൾക്കുന്നത്. ഇത്ര ആളുകൾ പണ്ട് മറ്റേ പടം ഇറങ്ങിയ സമയത്ത് പ്രഭാസണ്ണൻ ഓം കം ടു മൈ റൂം എന്ന് പറഞ്ഞിട്ട് ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. ഇത് മിക്കവാറും അതിൻ്റെ നെക്സ്റ്റ് ലെവൽ സീനാവാനാണ് സാധ്യത കാണുന്നത്. കാരണം അജാതി അപരാധമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അജാതി അപരാധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രഭാസിനെ നമുക്ക് കാണാൻ കഴിയില്ല. കംപ്ലീറ്റ് VFX ആണ്. കംപ്ലീറ്റ് VFX എന്ന് പറഞ്ഞാൽ തല, കാല്, ഉടല്, കൈകൾ എല്ലാം, ഉടല് നിറയെ കൈകളുള്ള ആ ഒരു മൂഡിലാണ് പ്രഭാസിനെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുള്ളത്. പ്രഭാസിനെ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം നമ്മൾ കണ്ടതാണ് ബാഹുബലിയിലും സാലാറിലായാലും ഒക്കെ നമുക്ക് അറിയാം പ്രഭാസിൻ്റെ ഒരു റേഞ്ച്. ഇപ്പോൾ ഇനി അടുത്ത് വരാനിരിക്കുന്നത് സന്ദീപ് റെഡ്ഡി വാങ്കയുടെ സ്പിരിറ്റ് വരാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള അത്രയും സ്റ്റാർഡ് ഉള്ളൊരു മനുഷ്യൻ പ്രഭാസ്. അയാൾ എന്തിനാണ് ഇമാതിരി ഇത്തരം സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്ത് ഇത്തരം ഡയറക്ടേഴ്സിന് ഡേറ്റ് കൊടുത്ത് എത്രയോ കാലം ഇതിൻ്റെ സിനിമയുടെ പിന്നാലെ അവർ നടന്നിട്ടുണ്ട്. ഒരുപാട് സമയം എടുത്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനൊരു പരിപാടി ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഒരു നിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറയല്ലോ, നിങ്ങളിത് കണ്ട് അനുഭവിക്കുക, തിയേറ്ററിൽ പോയിട്ട് അനുഭവിക്കാനുള്ളൊരു മുതലാണ് ഈ സിനിമ. ഈ സിനിമയുടെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാലും തലയില്ലാത്ത പരിപാടി. വാലും തലയില്ലാന്ന് വെച്ചാൽ ലിറ്ററലി വാലും തലയില്ല. അപ്പോൾ ഇത് എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കണം, ഇതിൻ്റെ പോക്ക് എന്താണ്, ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ ജേണി എന്താണ്, ഇത് ഈ സിനിമ എടുത്തു കൊടുക്കാൻ അറിയില്ല. ഇവർക്ക് തന്നെ ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ ഒരു അവസ്ഥയെങ്കിലും ചിന്തിച്ചിട്ട് ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്തെങ്കിലും ഒരു 2 മണിക്കൂർ 2.25 മണിക്കൂറിലേക്കൊക്കെ എത്തുന്നത് വെട്ടിച്ചുരുക്കി ഇതിൻ്റെ ഒരു ഡ്യൂറേഷനൊക്കെ കുറച്ച് ഇത് 3.5 മണിക്കൂർ ഈ സിനിമ കണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ലാത്തൊരു പരിപാടിയാണ്. ടോർച്ചറാണ്, ലിറ്ററലി ടോർച്ചറാണ്. തിയേറ്ററിൻ്റെ അകത്ത് കൂട്ടിയിട്ടിട്ട് നമ്മളെ ടോർച്ചർ ചെയ്യുന്നതിന് തുല്യമാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്തിട്ട്, മനുഷ്യന്മാരെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ ടീമിനൊക്കെ ഇതൊന്ന് വർക്ക് ചെയ്ത് ഇതിൻ്റെ ഡ്യൂറേഷനൊക്കെ ഒന്ന് ഒതുക്കി സെറ്റ് ചെയ്യായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബാക്കി കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ടെക്നിക്കലി ഒക്കെ ഈ സിനിമയിൽ ഭയങ്കരമായിട്ടുള്ള ഇൻഡസ്ട്രിയിലെ വൻ ആളുകളൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷെ അതിൻ്റെ ഒന്നും യാതൊരു ക്വാളിറ്റിയും സിനിമയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞത്. പിന്നെ VFXൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, എടുത്തു പറയേണ്ടത് തന്നെയാണ്. എൻ്റെ പൊന്നോ, VFX എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയുന്നില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കാണണം, നിങ്ങൾ കണ്ട് അനുഭവിക്കുക, ലിറ്ററലി അനുഭവിക്കേണ്ട സിനിമയാണ്. പിന്നെ ഇതിൽ നമ്മൾ റീസെൻ്റ്ലി നായകന്മാരും പ്രഭാസിൻ്റെ കുറേ പരിപാടികളും ഒക്കെ നമ്മൾ പാട്ടുകളായിട്ടും പരിപാടികളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആർക്കും ഈ സിനിമയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതിൻ്റെ ഒരു പോക്ക് എങ്ങനെയാണ്, സഞ്ജയ് ദത്താണ് വില്ലനായിട്ട് വന്നിട്ടുള്ളത്. പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം ഈ സിനിമയെ കുറിച്ച് അധികമായിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭീകരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇപ്പം ആളുകൾ തിയേറ്ററിൽ ചിലപ്പോൾ അടി ഉണ്ടാക്കും, എൻ്റെ പൈസ തിരിച്ചടാന്ന് പറഞ്ഞിട്ട്. കാരണം ഈ 2-3 മണിക്കൂർ ഈ സിനിമ കണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന പരിപാടിയല്ല. അപ്പോൾ ഇത് നിങ്ങൾ അനുഭവിക്കുക. അപ്പോൾ അങ്ങനെയാണ് രാജാ സാബിൻ്റെ ഒരു കിടപ്പ്. അപ്പോൾ പറയാനുള്ളത് പ്രഭാസ് അണ്ണനോടാണ്. അണ്ണാ, നിങ്ങളുടെ ഒരു കൊറിയോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അപ്സ് ആൻഡ് ഡൗൺസിൻ്റെ ഒരു കുന്നുമല പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഫാൻ ബേസ് ഒക്കെ ഉള്ളൊരു മനുഷ്യനല്ലേ നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. കാരണം നിങ്ങളുടെ ഓഡിയൻസ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, സാലാറിലായാലും ബാഹുബലിയിലായാലും ഒക്കെ അദ്ദേഹത്തിന് വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ഇത്തരം സിനിമകൾ, പരിപാടികൾ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ
ഒന്നും പറയാനില്ല. ഇനിയിപ്പം വരാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ സ്പിരിറ്റ്, അത് പിന്നെ സന്ദീപ് റെഡ്ഡി വങ്ക എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട് ആ സിനിമയുടെ അകത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ഷനിൽ പ്രഭാസ് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു മിനിമം ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന പോസ്റ്റർ ആയാലും ഇറ്റ് വാസ് നോട്ട് ബാഡ്. അപ്പം നമ്മളതൊരു പ്രതീക്ഷയുണ്ട്. അജാനു ബാഹുഡു അറിയാം, പ്രഭാസിൻ്റെ ഒരു ദിനോസറാണ് തന്നെ, നമ്മൾ നേരത്തെ ഒക്കെ പറയുന്ന പോലെ തന്നെ അജാനു ബാഹുഡു ആണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ആ സിനിമയ്ക്കകത്ത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ രാജാ സാഹിബ്. എല്ലാവരും കാണാൻ ശ്രമിക്കുക, നിങ്ങൾ ട്രൈ ചെയ്യുക ഈ സിനിമ കാണാൻ. മുഴുവൻ കണ്ടിരിക്കാൻ പറ്റിക്കോളണമെന്നൊന്നുമില്ല. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്, ബൈ.